നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും അത് കേരളത്തിൽ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൽ മാത്രമല്ല, മറ്റുള്ള പല സംസ്ഥാനങ്ങളും പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വാർത്ത അതിദാരുണമാണ്. ജാർഖണ്ഡിലെ ലോഹർദാഗയിലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന 4 വിദ്യാർത്ഥിനികൾക്ക് പാമ്പ് കടിയേറ്റു. സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിനി മരിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. മറ്റു 3 പേരുടെ നില ഗുരുതരം തന്നെയാണ്. അവർ ചികിത്സയിൽ തുടരുകയാണ്. വർഷ ഒറോണോ 11 വയസ്സുള്ള പെൺകൊച്ചാണ് മരിച്ചിരിക്കുന്നത്. മനീഷ് കുമാരി 14 വയസ്സ്, ഫുൾമാനിയ ഒറോവോൺ 11 വയസ്സ്, അനീഷ കുമാരി 11 വയസ്സ് എന്നിവർ ചികിത്സയിലാണ്. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. 11, 14 വയസ്സുള്ള കുട്ടികളാണ്. ഇതിൽ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. മറ്റു 3 പേരും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. സാംസീറ ഹയർ സെക്കൻഡറി റെസിഡൻഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിലാണ് ഈ ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. ഹോസ്റ്റലിലെ ഒരു മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു വിദ്യാർത്ഥിനികൾ. ഇതിനിടയിലാണ് മുറിയിൽ ഒരു പാമ്പ് കയറിയതും ഈ 4 വിദ്യാർത്ഥിനികളെയും കടിച്ചത്. ഹോസ്റ്റലിലുണ്ടായിരുന്ന അധ്യാപിക ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞെത്തിയ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ ആശുപത്രിയിലെത്തി വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 4 കുട്ടികളെയും കടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഒരു കുട്ടിയെ കടിച്ചപ്പോൾ ആ കുട്ടി എന്തുകൊണ്ട് ഉണർന്നില്ല? കുട്ടി അത് അറിഞ്ഞില്ലേ? മറ്റുള്ള 3 പേരെയും സമാനമായ രീതിയിൽ കടിച്ചപ്പോഴും അവരും ഇത് അറിയാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പാമ്പ് കടി ഏറ്റതോടെ ഹോസ്റ്റലിലെ മറ്റ് മുറികളിലുള്ള കുട്ടികളൊക്കെ തന്നെ വളരെ ഭയന്നിരിക്കുകയായിരുന്നു. അധ്യാപക വളരെ വേഗത്തിൽ കുട്ടികളത് അറിയിച്ചപ്പോൾ അധ്യാപക അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് 3 ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴും അവർ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ തുടരുന്നത്. കുട്ടികളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഹോസ്റ്റലിന് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തുള്ള നാട്ടുകാരും തടിച്ചുകൂടി. പോലീസ് എത്തിയാണ് ബന്ധുക്കളെ ശാന്തരാക്കിയത്. കാരണം വളരെ സുരക്ഷിതരായിട്ട് തങ്ങളുടെ മക്കൾ ഹോസ്റ്റലിൽ കഴിയുന്നുണ്ടാകും എന്ന് കരുതിയ മാതാപിതാക്കളെ തേടിയാണ് ഈ ഒരു ദാരുണ വാർത്ത എത്തിയത്. തീർച്ചയായിട്ടും ഇനി ഹോസ്റ്റൽ പരിസരമൊക്കെ തന്നെ പോലീസ് പരിശോധിക്കും. എങ്ങനെയാണ് ഈ പാമ്പ് അകത്തേക്ക് കയറിയത്? അത്രയും സുരക്ഷിതമല്ലാത്ത രീതിയിലാണോ ഈ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്? പാമ്പ് എവിടെ നിന്ന് മുറിയിലേക്ക് കടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലും ഒരാഴ്ച മുമ്പ് കോഴിക്കോട് ഷൂ ധരിക്കുന്നതിനിടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു പാമ്പ് കടിച്ച് യുവതിക്ക് പരിക്കേറ്റിരുന്നു. എരഞ്ഞിപ്പാലം സ്വദേശിനിയായ അനഘയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. സംഭവത്തെ തുടർന്ന് യുവതിയെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് തിരക്കിട്ട് ഷൂ ധരിച്ചത്. ആ സമയം ഷൂവിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുകയോ അതൊന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല. അപ്പോൾ കാലിൽ എന്തോ കടിച്ചതായി അനഘയ്ക്ക് അനുഭവപ്പെട്ടു. സംശയം തോന്നി ഉടനെ തന്നെ ഷൂ അഴിച്ചു നോക്കിയതും അതിനുള്ളിൽ പാമ്പ് ഒളിഞ്ഞിരുന്നതായി കണ്ടെത്തി. മൂർഖൻ പാമ്പാണ് കടിച്ചതെന്ന് പിന്നീട് വ്യക്തമായി. സംഭവ വിവരം അറിഞ്ഞതോടെ നാട്ടുകാരുടെ സഹായത്തോടെ പാമ്പിനെ പിടികൂടുകയും തുടർന്ന് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. പാമ്പ് കടിയേറ്റ യുവതി ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനും സാധിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് പിന്നീട് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വീടുകളുടെയും പരിസരങ്ങളുടെയും സമീപത്ത് പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. ഈ ഷൂ, ചെരുപ്പ് തുടങ്ങിയവ പുറത്ത് ധരിച്ചതിന് ശേഷം അവിടെ വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ധരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതൊരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. പാമ്പ് കടിയേറ്റാൽ എത്രയും വേഗം രോഗിയെ ആൻറ്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ആ നേരൊക്കെ രോഗിക്കൊരു ടെൻഷൻ കൊടുക്കാതെ അവരെ മാനസികമായ പിന്തുണ നൽകുകയും ശരീരത്തിൻ്റെ അനക്കം പരമാവധി കുറയ്ക്കുകയും വേണം. ആൻറ്റിവെനം ചികിത്സ ലഭ്യമായ ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രിയിലേക്ക് രോഗിയെ ഉടൻ മാറ്റുക. ഭയം കാരണം രക്തയോട്ടം വർദ്ധിക്കുന്നതും വിഷം വേഗത്തിൽ പടരുന്നതും തടയാൻ രോഗിയെ പൂർണ്ണമായും വിശ്രമിക്കാനും അനുവദിക്കുക. കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ താഴത്തെ നിലയിൽ വരികയും ആ ഭാഗം ഒട്ടും അനക്കാതിരിക്കുകയും ചെയ്യുക. മാത്രമല്ല ഈ പാമ്പ് കടിയേറ്റ ഭാഗത്ത് നീരുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ ഭാഗത്ത് വല്ല മോതിരമോ വളകളോ വാച്ചോ ഇറുകിയ വസ്ത്രങ്ങളോ എന്നിവ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഊരി മാറ്റണം. കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് സൗമ്യമായി കഴുകുക. പാമ്പിനെ തിരിച്ചറിയാൻ എന്ത് പാമ്പാണ് കടിച്ചത് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക. എന്ന് കരുതി പാമ്പിനെ പിടിച്ച് കൊല്ലാനോ മറ്റും സമയം കളയരുത് എന്നാണ് എപ്പോഴും പല മുന്നറിയിപ്പുകളിലും ജനങ്ങൾക്ക് നൽകാറുള്ളത്. പക്ഷേ എന്നിട്ടും ചില അശ്രദ്ധ മൂലം ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും അത് വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും
നമ്മൾ തന്നെയാണ് കരുതിയിരിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പാമ്പുകൾക്ക് വളരാൻ സാധ്യതയുള്ള എന്തെങ്കിലും വിറകുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ കൂട്ടിയിടുന്ന വല്ല അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വൃത്തിയാക്കി എപ്പോഴും വീടും പരിസരവും വൃത്തിയായിരിക്കാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്.